നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനും കണ്ണനും കൂടി ഭഗവത് സിംഗിൻ്റെ ലൈലയുടെ വീട് കാണാനും നരബലി നടന്ന വീട് കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. വന്ന് ഞങ്ങളിവിടെ വന്നൊരു അണ്ണനെ പരിചയപ്പെട്ടു. അപ്പോൾ അണ്ണൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അണ്ണൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നതാണ്. ഈ വീട്ടിലുള്ള വീട്ടുകാർ വെളിയിലാണ്, വിദേശത്താണ് അവർ. അപ്പം ഞങ്ങൾക്ക് അണ്ണനാണ് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് പോകാനും ഞങ്ങളെ പരിചയപ്പെടുത്തിയൊക്കെ കൊണ്ടുപോയത് അണ്ണനാണ്. അപ്പം ഞങ്ങൾ ഒത്തിരി ദൂരം വന്നു. അപ്പം ഞാനിവിടെ വന്ന് ബാത്റൂമിലൊക്കെ പോയി. അണ്ണൻ എനിക്ക് എന്ത് ചെയ്തു, പാലെടുത്ത് തന്നു, ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് തന്നു. ഞങ്ങൾ ചായ ഇട്ടു. അണ്ണന് ഞാൻ ചായ ഇട്ട് കൊടുത്ത് ഇപ്പം എനിക്ക് കഴിക്കാൻ ബ്രെഡും തന്നു. അപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ എവിടെ വീഡിയോ എടുക്കാൻ പോയാലും ഞങ്ങൾക്ക് ഇതുപോലത്തെ സൗഭാഗ്യങ്ങളാണ്. ഇവിടെ വന്ന ആർക്കും എന്ത് ചെയ്തിട്ടില്ല, സൗഭാഗ്യം കിട്ടിയിട്ടില്ല. തെങ്കാശിയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഇതുപോലെ സൗഭാഗ്യങ്ങളാണ്. ഇപ്പം അണ്ണൻ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് ബ്രെഡ് തന്നു. അപ്പം പാവപ്പെട്ട അണ്ണനാണ്. അണ്ണൻ എന്ത് ചെയ്തിട്ട് ചോറ് വെച്ചിട്ടുണ്ട്, സാമ്പാർ ഫ്രിഡ്ജിലുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഈ വീട് സ്വന്തം വീട് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി ഇട്ടിട്ട്. അതായത് ഇത്രയും വലിയൊരു ദുരൂഹ മരണം നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വീടുള്ളത്. അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പകല് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ടൊരു മൂകതയായിരിക്കും, കാരണം മിണ്ടാനും ഇല്ല, പറയാനും ഇല്ല, ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ അണ്ണൻ എന്ത് ചെയ്യുന്നത് താമസം. അപ്പൊ അണ്ണന് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ അണ്ണൻ്റെ വൈഫ് ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ദുഃഖവും കാര്യങ്ങളൊക്കെ ആളെ ഉള്ളിലുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് ഈ ചായ ഇട്ട് ഈ മനുഷ്യന് കൊടുത്തപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അണ്ണൻ്റെ സന്തോഷമായ? വളരെ സന്തോഷമായി. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളെ സ്നേഹിക്കേണ്ടത്. അപ്പോൾ അല്ല, നമ്മള് തമിഴ്നാട്ടിലായാലും കേരളം വിട്ട് ഏത് സ്റ്റേറ്റിൽ പോയാലും കൂടുതലും നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തേക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. ഞങ്ങള് കിടക്കാനായാലും ഭക്ഷണത്തിനായാലും കുളിക്കാനായാലും ഇനി എന്ത് കാര്യങ്ങളിലായാലും നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സഹായങ്ങൾ. അതാണ് വേറെ മര്യാദ. ബ്രെഡും ഞാൻ കഴിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, നേരെ ഭഗവത് സിംഗിന്റെ വീടും കാണാം, ലൈലേനെയും കാണാം. ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഹായ് തീർച്ചയായിട്ടും കൊടുത്തേനെ. പക്ഷെ ഇപ്പൊ അവരിവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നോണ്ട് എന്ത് ചെയ്യാം, ഭഗവത് സിംഗിന്റെ വീട് കാണും, ചായയും ബ്രെഡും കാണിച്ചു തരാട്ടാ. ഇവിടെ ഇരുന്നുകൊണ്ടിട്ട് ആ വീട് കാണാം. അതായത് ഇപ്പൊ അതിനുശേഷമാണ് ഈ വീട്ടുകാർ മതിൽ കെട്ടിയത്. കണ്ടോട്ടാ, ആ വീട് കറക്റ്റായിട്ട് ഇതേ കണ്ട, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഈ പറയുന്ന ഭഗവത് സിംഗും ലൈലയും താമസിച്ചിരുന്ന് രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയ വീടാണത്. ഈ അണ്ണൻ്റെ വീടിൻ്റെ അതായത് നേരെ ഓപ്പോസിറ്റാണ് ആ ഒരു പറമ്പ്, ആ ലെഫ്റ്റിൽ എടുത്തു വശം. അപ്പോൾ ആ കാണുന്ന മതില് ആ സമയങ്ങളിൽ ഉണ്ടായില്ല, ഓപ്പൺ ആയിരുന്നു മതില്. പിന്നീടുള്ള സമയങ്ങളിലാണ് ആ മതില് കെട്ടിയത്. കാരണം അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞ് പുരോഗമിച്ചതിന് ശേഷം പ്രതികളെയൊക്കെ പിടിച്ച് തൊണ്ടിയിലെല്ലാം എടുത്ത് ഡെഡ് ബോഡികളെല്ലാം വാരിയെടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സയൻറ്റിഫിക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മതിൽ കെട്ടിയത്. അതിന് മുന്നേ മതിലുണ്ടായില്ല. അപ്പോൾ കണ്ട, ഞങ്ങൾ എവിടെ ഇരുന്ന് ആ വീട് കണ്ടിരുന്നാണ് ചക്കു ചായ കുടിക്കുന്നത്. ഓക്കെ, ചായയും ബ്രെഡും അണ്ണൻ തന്ന ചായയും ബ്രെഡും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ തമിഴ്നാട്ടുകാർ ഒരുപാട് സഹായങ്ങൾ, ചക്കൂനൊക്കെ ഒരുപാട് ഗിഫ്റ്റുകൾ വരെ കൊടുത്തിട്ടുണ്ട്. കുളിക്കാനുള്ള സൗകര്യം, ഭക്ഷണത്തിനുള്ള സൗകര്യം, ഭക്ഷണം എന്നെ കണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം വെച്ച് എനിക്ക് തന്നിട്ട് അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് പോയപ്പോൾ. നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഞങ്ങൾ വളരെ മഴയത്ത് തണുത്ത് വിറച്ച് ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ അണ്ണൻ ഞങ്ങളെ കൊണ്ടുവന്ന് ചായയും ബ്രെഡും സമാധാനമായിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. കണ്ടോ, ഇത്രയും സ്നേഹം. കാരണം അണ്ണൻ്റെ വൈഫ് മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അതിനുശേഷം അണ്ണൻ ഒറ്റക്കാണ്, നാട്ടിൽ നിൽക്കാറില്ല. പിന്നെ ഒരു മകനുണ്ട്, പുള്ളിക്കാരൻ എറണാകുളത്ത് നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്നത് മലയാളി പെണ്ണിനെയാണ്. പിന്നെ 2 പെൺമക്കളാണ്, അവരെല്ലാം കെട്ടിച്ചു വിട്ട്. അപ്പോഴും അണ്ണൻ ഇവിടെ തന്നെ. എന്താ വീട് കണ്ട, ഇതാണ് ഭഗവത് സിംഗും ലൈലയും താമസിച്ച് മൃഗീയമായി കൊല നടത്തിയ സ്ഥലം. 2 പെൺകുട്ടികളാ, 2 അമ്മമാരാ.
വെട്ടി പീസാക്കി കുഴിച്ചിട്ട് അതിൻ്റെ അവയവങ്ങൾ ഭക്ഷിച്ച 3 നരഭോജികൾ, ഷാഫി, ഭഗവത് സിംഗ്, ലൈല, 3 നരഭോജികൾ താമസിച്ച് സുഖിച്ച് ഉല്ലസിച്ച് ആനന്ദപാടി നടന്ന വീടാണ്. ആലോചിച്ചോക്കെ 2 അമ്മമാരെ മൃഗീയമായി കൊല ചെയ്തത്. ഇവര് വളരെ നാളായിട്ട് ഈ പദ്ധതി പ്ലാൻ ചെയ്തതാണ്. കാരണം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും പ്ലാൻ ചെയ്തതല്ല. വളരെ നാളത്തെ ദീർഘവീക്ഷണവും പദ്ധതി ആസൂത്രണവും പ്ലാനിങ്ങും വെൽഡ് പ്ലാനിങ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ 2 സ്ത്രീകൾ വേണം. അപ്പോൾ ആ 2 സ്ത്രീകളും ആരോരും ഇല്ലാത്ത സ്ത്രീകളായിരിക്കണം. കാരണം ഈ സംഭവം ചെയ്താലും ഈ സംഭവം വെളിയിൽ വരരുത്. അതായിരുന്നു ഇവരുടെ വെൽഡ് പ്ലാനിങ്. കാരണം ഇതിനകത്ത് നടക്കുന്ന വെൽഡ് പ്ലാൻഡ് അതാണ്. എന്ന് വെച്ചാൽ ആരോരും ഇല്ലാത്ത സ്ത്രീകൾ. അപ്പോൾ പത്മ ഷാഫി എന്ന് പറയുന്ന ആൾക്ക് കളമശ്ശേരിയിൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഹോട്ടലുണ്ട്. അയാളെ ഭാര്യയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിലൊക്കെ ഈ ഷാഫീനെ ഭാര്യേനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷാഫി അവിടെ തന്നെ നല്ല ആളായിരുന്നു എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. ഇങ്ങനത്തെ ആളുകൾ എല്ലാവരോടും വന്ന് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാവും, ഈ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണെന്ന് പാവമാണെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിലൊക്കെ ഒരു ക്രൂരതയുണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പത്മയ്ക്ക് ലോട്ടറി വിൽപ്പനയായിരുന്നു. പത്മ അവിടെ തന്നെ കളമശ്ശേരി തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ പത്മ ഈ ഷാഫിയുടെ കടയിൽ ചായ കുടിക്കാൻ എന്നും വരുന്ന പരിചയത്തിലാണ് പത്മേനെ എന്ത് ചെയ്ത് ടാർഗറ്റ് ചെയ്തത്. റോസിലിനെ അതുപോലെ തന്നെ കടയിൽ വന്ന് ഭക്ഷണം കഴിച്ച് പരിചയപ്പെട്ടിട്ടാണ് ഇവർ രണ്ടുപേരും ആരോരും ഇല്ല എന്നൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് കാറും വാടകയ്ക്ക് എടുത്തിട്ട് ആദ്യമേ റോസിലിനെ ഇവിടെ കൊണ്ടുവന്നു. റോസിലിനെ റോസിലിനെ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് റോസിലിനെ മൂടിയിട്ടതിന് ശേഷമാണ് പത്മേനെ കൊണ്ടുവരുന്നത്. അപ്പോൾ രണ്ടും 2 കൃത്യത്തിൽ നടന്നത്. അത് 1 വർഷത്തെ 2 വർഷത്തെ ഒന്നും പ്ലാനിങ് അല്ല. കാരണം എന്തോ ഇതിന്റെ പിന്നിൽ ഈ ആലോചന പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരാളുണ്ട്. ആലോചന പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരാളുണ്ട്. മനസ്സിലായില്ല? അയാളെയാണ് കണ്ടെത്തേണ്ടത്. അത് അയാളെ ഇന്ന് വരെ രംഗത്ത് വെളിച്ചത്ത് കൊണ്ടുവന്നില്ല. കാരണം ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും അങ്ങോട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് അധികം നാളൊന്നും ആയിട്ടില്ല പെയിന്റ് ചെയ്തിട്ട്. ഇത് അണ്ണൻ്റെയൊക്കെ സ്ഥലമല്ലേ ഈ സ്ഥലങ്ങളൊക്കെ? ഇതെല്ലാം അണ്ണൻ്റെ സ്ഥലമാണ്. അണ്ണൻ്റെ എന്ന് പറഞ്ഞാൽ അണ്ണൻ ഇത് നോക്കാൻ നിൽക്കണ്. ഇവൻ്റെ ഓണർ ദുബായി ആണ് നമ്മുടെ അണ്ണൻ. ഇവിടാണ് അണ്ണൻ താമസം. കണ്ട ഇതിനുള്ളിൽ കണ്ട ഇതാണ് ഈ സ്ഥലം. കണ്ട നല്ല ഭംഗിയല്ലേ കാണാൻ? നല്ല മഴയാണ്. കാരണം ഇരുണ്ട് മൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ ചായ കുടിച്ചു. അപ്പോൾ ഈ വീട് അതിനോട് തൊട്ട് ചേർന്ന അയൽവക്കം വീടാണ്. ഇവരൊക്കെ വെളിയിൽ പേർഷ്യയിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ. അണ്ണനാണ് ഇപ്പോൾ ഇതൊക്കെ നോക്കി നടക്കുന്നത്. നമുക്ക് ചായയൊക്കെ തന്നു. അപ്പോൾ ആ കാണുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ വീട്. അതായത് ഈ കൃത്യം നടന്നിരിക്കുന്നത്, അതായത് ഭഗവത് സിംഗും ലൈലയും 2 സ്ത്രീകളെ മൃഗീയമായിട്ട് വെട്ടി നുറുക്കി കുഴിച്ചു മൂടിയ ആ വീടാണിത്. അപ്പം മഴ വരുന്നുണ്ട്. കണ്ടു ഇവിടെയൊക്കെ ആയിരുന്നു ആളുകളല്ലേ, ഇവിടെ എല്ലാം നിറച്ചും ആളുകളായിരുന്നു. അതിനുശേഷമാണ് ആ മതിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് അത്രയും. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അണ്ണൻ്റെ ഭാര്യ മരിച്ച് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടായിരിക്കും ഇത് നടത്തി. എന്തായാലും ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അവിടെയും നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, നശിപ്പിച്ചു. അവർ സ്വയമായിട്ട് എന്ത് ചെയ്തു, പൊന്മുട്ടയിടുന്ന താറാവിനെ ചൂണ്ടിക്കാണിച്ച് കാണുന്നതാണ് വീട്. അതല്ലേ ആ കാറ്റും അതൊക്കെ എടുത്ത് കണ്ടോ. നല്ലൊരു നിഗൂഢകഥകൾ നിറഞ്ഞ ഇലന്തൂർ കൂട്ട നരബലി നടന്ന ഇലന്തൂർ കൂട്ട നരബലി നടന്ന സ്ഥലം. ഇതാണ് മഹാഗണി. മഹാഗണിയുടെ അർത്ഥം മഹാത്മാവിന്റെ ഹൃദയമെന്നാണ്. ഇത് നമ്മുടെ അണ്ണന്റെ സ്ഥലം. കണ്ടാ നമുക്ക് ചായയും ബ്രെഡും തന്ന അണ്ണനാണ്.
മറക്കാൻ പറ്റില്ല. നല്ല മഴ വരുന്നു, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇനി മഴ കഴിഞ്ഞിട്ട് എന്തായാലും ഇറങ്ങുന്നുള്ളൂ. കാരണം ഈ മഴ നനഞ്ഞ് ഞങ്ങൾ പോകുന്നത് ശരിയാവില്ല. അപ്പോൾ കുറച്ച് സമയം കൂടെ ഞങ്ങൾ അണ്ണനുമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ യാത്രയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ കൊലപാതകങ്ങളൊന്നും ചെയ്യല്ലേ. അവരിരുന്നോളൂ, ഇരുന്നോ. കുറച്ച് സമയമാണെങ്കിൽ നരബലി നടന്ന ഇലന്തൂർ ഭഗവത് സിംഗും ലൈലയുടെയും വീടാണ്. എന്തുമാത്രം ക്രൂരതയാണല്ലേ അവർ ചെയ്തത്. നൊന്തും പെറ്റ് പ്രസവിച്ച 2 അമ്മമാരെയാണ് കൊന്നു കളഞ്ഞത്. അവരുടെ മക്കളൊക്കെ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. എന്താണ് അതിൻ്റെ ബാക്കിലാണ് കുഴിച്ചിട്ടത്.